ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങിയിട്ട് ഇത്ര മാസങ്ങൾ കഴിയുമ്പോഴും ഈ ഏറ്റവും അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിന് തൊട്ടടുത്ത പ്രദേശത്താണ് ഈ ടൗൺഷിപ്പ് വരുന്നത്. എന്നിട്ട് പോലും ഇതുവരെ എത്താതിരുന്ന MLA ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടക്കും, ആളുകൾക്ക് കൈമാറുമെന്ന് വ്യക്തമാക്കുകയും വളരെ ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നാടകമാണ് യഥാർത്ഥത്തിൽ സിദ്ദീഖ് കളിച്ചത്. അതൊന്നും വിലപ്പോകാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിൽ വിമർശനമാണ് ആളുകളിൽ നിന്ന് വരുന്നത്. കാരണം 1.5 വർഷം പിന്നിടുമ്പോഴും പിരിച്ച പണം എവിടെയാണെന്നോ ആ പിരിച്ച പണം എത്രയാണെന്നോ സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തിയോ എന്നുള്ളതോ ഒരു കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തതയില്ല. വലിയ രൂപത്തിലുള്ള തട്ടിപ്പാണ് യഥാർത്ഥ ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് മുമ്പിൽ വളരെ കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ മറുപടി പറയാൻ ഇല്ലാത്ത അവസ്ഥയിലേക്കായപ്പോൾ സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി വന്ന് ഇത് ഞങ്ങളതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത് അങ്ങേയറ്റം അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും ജനങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധം കോൺഗ്രസ്സിന് തടഞ്ഞു നിർത്താൻ കഴിയില്ല.